നമസ്കാരം. ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. മറ്റൊന്നുമല്ല, ഇനിയും 2025 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ് തീരുമാനം. തൃപ്തിയായില്ലേ കോൺഗ്രസ്സുകാർ എന്ന് ചോദിക്കേണ്ടി വരും. ഹരിയാനയിൽ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് ഹൂഡ പറഞ്ഞായിരുന്നു. ഹൂഡ അവസാനം പറഞ്ഞിട്ട് എന്താ ഹരിയാനയിൽ സംഭവിച്ചത്? അതങ്ങ് പോയി കിട്ടി അല്ലേ? കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച സമയത്ത് പോലും കോൺഗ്രസുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാക്കി മത്സരിച്ച കാലഘട്ടത്തിൽ പോലും വേണ്ട രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത് ആം ആദ്മി പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത് ഇനിയും ഒരു ഇന്ത്യ മുന്നണിയുമായി ഒരു സഖ്യം ചേർന്നുകൊണ്ട് ഒരു കാരണവശാൽ മുന്നോട്ട് പോകുന്ന രക്ഷയില്ല, ഇനി അങ്ങോട്ട് പോവുകയുമില്ല, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും വീണ്ടും അപ്രസക്തമായി തീർന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഫലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഉടനെ കോൺഗ്രസ് അടുത്ത തവണ മിക്കവാറും ഈ മന്ത്രിസഭ താഴെ വീഴും, അതായത് ഇപ്പോഴത്തെ BJP മന്ത്രിസഭ താഴെ വീണിട്ട് ഉടൻ തന്നെ എന്ത് സംഭവിക്കും, കോൺഗ്രസ്സുകാർ വീണ്ടും മത്സരിക്കും. അതിനിടെ ഒരു അധികപ്പറ്റൂടെ കാണിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു ചോദ്യം, നിങ്ങൾക്ക് വാരണാസിയിൽ വീണ്ടും അവിടുത്തെ രാജിവെച്ചിട്ട് വാരണാസിയിൽ ഒന്നുകൂടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന്. ഉറപ്പിച്ച് പറയാം, ഇനിയും വാരണാസിയിൽ മത്സരിച്ചാൽ ഇപ്പം കിട്ടിയതിൻ്റെ 10 ഇരട്ടി ഭൂരിപക്ഷം മേടിക്കും നരേന്ദ്രമോദി. കാര്യം എന്താ? കോൺഗ്രസ് ദുർബലപ്പെടുന്നു. ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ തുടക്കത്തിൽ വന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ച് കോൺഗ്രസ് ഇപ്പം കയറും. കാര്യം സോണിയാഗാന്ധിയുടെ ക്ലച്ചസിൽ നിന്നും കോൺഗ്രസ് പാർട്ടി മുക്തി നേടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഉടനെ കയറുമെന്ന് വിചാരിച്ചു. പക്ഷേ കയറ്റം ഉണ്ടായില്ല. ഭാരത് ജോഡോ യാത്രയും ന്യായയാത്രയൊക്കെ നടത്തിയ സമയത്ത് നമ്മൾ വേറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടു. ഇപ്പം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരും എന്ന് വിചാരിച്ചു. ഹരിയാനയിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ജന്തർ മന്ദറിലെ സമരവും അതോടൊപ്പം കർഷകരുടെ സമരവും എല്ലാം കൂടെ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമാകുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായിരുന്നിട്ട് പോലും ഈ പറയുന്ന ഗ്രൂപ്പ് വഴക്ക് കാരണം അവിടെയും കയ്യിൽ നിന്ന് പോയി. ഇവിടെ ആം ആദ്മി പാർട്ടിയോട് പറയാം, നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് മത്സരിച്ചോളൂ എന്ന് ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞതിൻ്റെ ദുരന്ത ഫലമാണ് അവിടെ നിന്ന് ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടിക്ക് തേഞ്ഞൊട്ടി ഇങ്ങ് പോരേണ്ടി വന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴോ ഞങ്ങൾ മഹാരാഷ്ട്ര അങ്ങ് പിടിച്ചടക്കുവേ എന്നായി. അവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ശിവസേനയോടായിരുന്നു മത്സരം, അതായത് ഇത് തായം കെട്ടി കളിച്ചത്. അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയാവും. ഇവിടെ ജയിക്കാനുള്ള ആൾക്കാരായില്ല, അല്ലെങ്കിൽ അവിടെ ജയിക്കുമോ എന്നോ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോ ഒന്നും നടത്തിയില്ല. ആ ഒരു സാഹചര്യം പോലും ആകാത്തപ്പോഴും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവിടുത്തെ ചർച്ച കൂടുതൽ നടന്നത്. അങ്ങനെ ആ മുന്നണി അവിടെ മഹാവികാസ് അഘാഡിയെ നിലംപരിശായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരും ഇതേ പാർട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനിയും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയാൽ ഡൽഹി തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവ് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ഇദ്ദേഹത്തിനുണ്ട്, അരവിന്ദ് കെജ്രിവാളിനുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 70-ൽ 62 സീറ്റും പിടിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ആം ആദ്മി പാർട്ടിക്കുള്ളത്. അപ്പം ഇനി അതുകൊണ്ട് ഈ സീറ്റുകളൊന്നും അവർക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായി കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഈ സാഹചര്യം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം BJPയുടെ ഒരു നേതാവ് സതീഷ് ഉപാധ്യായ രംഗത്ത് വന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ. അതായത് അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ നടത്തിയിട്ടുള്ള യാതൊരുവിധ വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നത്. പോരെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അടിവേരിളക്കാനുള്ള എല്ലാ മരുന്നും മന്ത്രവുമായി അവർ തുടക്കം മുതൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയുള്ള വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല അല്ലെ. അതോടൊപ്പം തന്നെ ഇവിടെ വാഗ്ദാനങ്ങൾ പാലിച്ച് കെജ്രിവാൾ വെറുതെ കാണിക്കുന്നു. കെജ്രിവാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വെറുതെയുള്ള പരിപാടികളാണ്. അതായത് ഇവിടെ ഒരു മാറ്റവും സംഭവിപ്പിച്ചിട്ടില്ല. അദ്ദേഹം സ്വന്തം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഭാവിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഈ സതീഷ് ഉപാധ്യായ പറയുന്നു. പിന്നെ എന്താ പറയുന്നത്? അതായത് ഇവിടെ ഇനിയും വരാൻ പോകുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയൊരു പദയാത്ര ഉണ്ടായിരുന്നു. അതിന് നേരെ ഒരു സംഘം ഗുണ്ടകൾ അക്രമം അഴിച്ചു വിട്ടു.
ആ സമയത്ത് അമിത്ഷാ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ട യാതൊരു നടപടിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. യാഥാർത്ഥ്യമാണ്. അമിത്ഷാ ഈ പറയുന്ന പോലെ മറ്റ് തങ്ങൾക്കെതിരെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്തുക മാത്രമാണ് ലക്ഷ്യം, അല്ലേ? അവിടെ നമുക്കറിയാം പിന്നെ ഹേമന്ത് സോറൻ ഭരിക്കുന്ന ജാർഖണ്ഡിൽ പോയി എന്താ പറഞ്ഞത്, അവിടെ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു, അല്ലേ? അവിടുന്ന് മറ്റ് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു, ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളെ നശിപ്പിക്കുന്നു, ആ ഗോത്ര വിഭാഗങ്ങളിലേക്ക് വന്ന് മിശ്ര വിവാഹങ്ങൾക്ക് നടത്തുന്നു, അങ്ങനെ അവരുടെ സംസ്കാരത്തെയും അവരുടെ ജീവിതത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നു തുടങ്ങിയ നുണപ്രചരണങ്ങൾ നടത്തുകയല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സൈന്യമാണെന്നിരിക്കും. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം ആ സംസ്ഥാനത്ത് നടക്കുന്നു, ജാർഖണ്ഡിൽ നടക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ അമിത്ഷായെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ പോലും BJP ഈ പറയുന്ന ഞങ്ങളിനി ഒരു മുന്നണി സംവിധാനത്തിലേക്കില്ല, ഇന്ത്യ മുന്നണിയുമായി കൈകൊടുത്തു പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ ഘട്ടത്തിൽ തന്നെയാണ് BJP ഇദ്ദേഹത്തിനെതിരെ ആയുധമെടുത്തിരിക്കുന്നത്. BJP ഇനി അവിടെ കുത്തി നിറച്ച കുറെ വാഗ്ദാനങ്ങൾ കുത്തി നിറച്ച ഒരു വലിയ ഭണ്ഡാരപ്പെട്ടി തന്നെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കും. ആ ഭണ്ഡാരപ്പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് കാലിയാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അത് തന്നെയല്ലേ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ അവർ പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ ഇത്രയും വോട്ടുകൾ അവരെ മറിച്ചത്. അതിനകത്ത് പിന്നെ വോട്ട് രേഖപ്പെടുത്തിയതിനകത്തുള്ള കൃത്രിമത്വമൊക്കെ പറഞ്ഞിരുന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കൃത്യമായി അതിനെക്കുറിച്ച് യാതൊരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നമുക്ക് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരോപണം ഉണ്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ മന്ത്രിസഭ രൂപീകരിച്ച് മഹാരാഷ്ട്ര ഭരിക്കാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വലിയ ഗുണമൊന്നുമില്ലാതെ രാജ്യത്ത് വീണ്ടും ഒരു അസ്തമയത്തിന്റെ വക്കിലേക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ ആം ആദ്മി പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അത് മാത്രമല്ല, ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയോട് കാണിച്ച ശുദ്ധ നെറികേട് അതിന് ജനങ്ങൾ തിരിച്ചടി കൊടുക്കുന്നത് കാണുകയും ചെയ്തു. അവിടെ ഇപ്പം മഹാരാഷ്ട്ര മറ്റൊരു ഉദാഹരണമായി മുന്നിൽ നിൽക്കുന്നു. ഇപ്പം ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പോയ ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരമായ പതർച്ച അല്ലെങ്കിൽ ഇടർച്ച, ഇതൊക്കെ ഈ പറയുന്ന മുന്നണി ബന്ധം ഉപേക്ഷിക്കാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അരവിന്ദ് കെജ്രിവാളിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് നമുക്ക് കരുതേണ്ടി വരും.